ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ഡിലു റാഫേൽ, മാഹി ദേവാലയത്തിൻ്റെ സഹവികാരിയാണ്. ഈ ദേവാലയത്തെ 2023 നവംബർ 21 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ബസിലിക്ക പദവി നൽകി ആദരിച്ചു. അങ്ങനെ മലബാറിൻ്റെ ആദ്യത്തെ ബസിലിക്കയായിട്ട് മാഹി ദേവാലയം മാറി. ഒത്തിരിയധികം പ്രത്യേകതകളുള്ള ഒരു ദേവാലയമായിട്ടാണ് ഈ പള്ളിയെ ഞാൻ മനസ്സിലാക്കുക. ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കരുതുന്നത് ഈ ദേവാലയത്തിൻ്റെ മുൻപിൽ തുറന്നു വച്ചിരിക്കുന്ന വാതിൽ തന്നെയാണ്. ആരുടെ മുൻപിലും അടയ്ക്കപ്പെടാത്തൊരു വാതിലാണ് ഈ ദേവാലയത്തിൻ്റേത്. ഒത്തിരിയധികം അന്യമതത്തിൽപ്പെട്ട വിശ്വാസികൾ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവിടുത്തെ വിശുദ്ധ അമ്മ ത്രേസ്യായെ, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായെ മയ്യഴി അമ്മ എന്നാണ് ഈ ജനങ്ങൾ വിളിക്കുന്നത്. ഈ അമ്മയെ സ്വന്തം അമ്മയായിട്ട് കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് മലബാർ നിവാസികൾ. അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തിന് ഈ ഒരു അംഗീകാരം ലഭിക്കുമ്പോൾ അത് ഈ മലബാർ ദേശത്തെ ജനത്തിൻ്റെ വിശ്വാസത്തിന് ദൈവം നൽകിയ വലിയൊരു സമ്മാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ പദവിയെ കാണുന്നതും. ഒത്തിരിയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ് മാഹി സെയിൻറ്റ് തെരേസ ബസിലിക്ക. 1723 ആദ്യമായിട്ട് ഒരു വിശ്വാസ സമൂഹം ഇവിടെ രൂപം കൊള്ളുന്നത്. ബഹുമാനപ്പെട്ട ഡൊമിനിക് OCD അച്ഛൻ്റെ മുഖ്യ നേതൃത്വത്തിലായിരുന്നു ആ ഒരു വിശ്വാസ സമൂഹം ഇവിടെ രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു 300 വർഷത്തിൻ്റെ തികവിലാണ് ഈ ബസിലിക്ക ദേവാലയം ഇന്ന് ആയിരിക്കുക. 1721 കച്ചവട ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ഫ്രഞ്ചുകാർ മയ്യഴിയിലെത്തി. 1723 മിഷണറി ആയിരുന്ന ബഹുമാനപ്പെട്ട ഡൊമിനിക് OCD അച്ഛനാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു വിശ്വാസ സമൂഹത്തിന് രൂപം കൊടുത്തത്. 1726 ഫ്രഞ്ച് റോയൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടെ മയ്യഴിയുടെ തീരത്ത് വിശുദ്ധ അമ്മ ത്രേസ്യായുടെ നാമത്തിൽ ദേവാലയത്തിന് തറക്കല്ലിട്ടു. 1728 മൺചുമരുകളാൽ നിർമ്മിതമായ തെങ്ങോലകൾ മേഞ്ഞ ആദ്യ പള്ളി സ്ഥാപിക്കപ്പെടുന്നു. പുതുക്കി പണിത പള്ളിയിൽ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കുന്നത് 1736 1761 ബ്രിട്ടീഷുകാരായുണ്ടായ യുദ്ധത്തിൽ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. 1788 ആണ് ഈ ദേവാലയം പുനർനിർമ്മിക്കപ്പെടുന്നത്. 1855 76 അടി ഉയരത്തിൽ പുതുക്കിപ്പണിത ദേവാലയ ഗോപുരത്തിൽ 4 അടി ഉയരത്തിലുള്ള നാഴികമണി സ്ഥാപിച്ചു. 1922 70 സെൻറ്റിമീറ്റർ വ്യാസവും 80 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള പള്ളിമണി സ്ഥാപിച്ചു. 1947 ഈ ദേവാലയം കോഴിക്കോട് രൂപതയുടെ ഭാഗമാകുന്നത്. 1960 വിശുദ്ധ അമ്മ ത്രേസ്യായുടെ ദേവാലയം തീർത്ഥാടന കേന്ദ്രമായിട്ട് ഉയർത്തപ്പെട്ടു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ദേവാലയം ഇന്ന് കാണുന്ന രീതിയിലേക്ക് പണിതത് 2009 2015 വിശുദ്ധ അമ്മ ത്രേസ്യായുടെ 500ാം ജന്മവാർഷികം വിപുലമായി ആഘോഷിച്ചു. ഈ ബസിലിക്കയുടെ പ്രഖ്യാപനം ഈ വരുന്ന 24 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അഭിവന്യ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ മുഖ്യ ധാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിലൂടെയാണ് സംഭവിക്കുക. അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവാണ് ഈ മുഖ്യ പ്രഖ്യാപനം നടത്തുന്നതും. അന്നത്തെ വചനപ്രഘോഷണം തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പമ്പ്ലാനി പിതാവുമായിരിക്കും. ഈ ഒരു അവസരത്തിലേക്ക്, ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് സ്നേഹപൂർവ്വം അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ പേരിലും ഈ ഇടവകയുടെ വികാരിയും റെക്ടറുമായ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് പുളിക്കലച്ഛൻ്റെ പേരിലും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരണം, ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.